12 കോടി രൂപയുടെ പൈക്ക അഴിമതിയുമായി ബന്ധപ്പെട്ട് കായികമന്ത്രി ഒ.ജെ. ജനീഷ് അന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ കേരള സ്പോർട്സ് കൗൺസിലിൽ കൂട്ടരാജി. ആരോപണവിധേയനായ വൈസ് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥാനമൊഴിഞ്ഞു. ഇദ്ദേഹത്തോടൊപ്പം 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും തങ്ങളുടെ രാജി അറിയിച്ചുകൊണ്ട് കായികവകുപ്പ് സെക്രട്ടറിക്ക് കത്ത് കൈമാറി. കഴിഞ്ഞ എൽ.ഡി.എഫ്. സർക്കാർ ഭരണസമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരാണ് രാജിവെച്ചവരിൽ ഭൂരിഭാഗവും. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ കൗൺസിൽ പ്രസിഡന്റും സി.പി.എം. സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വി.പി. സാനു നേരത്തെ രാജിവെച്ചിരുന്നുവെങ്കിലും മറ്റു ഭാരവാഹികൾ തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു. കായിക വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പൈക്ക പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചിരുന്നത് കേരള സ്പോർട്സ് കൗൺസിലായിരുന്നു. പൈക്ക പദ്ധതിയുടെ മുൻ സംസ്ഥാന കോഓർഡിനേറ്റർ കൂടിയായിരുന്നു രാജിവെച്ച വൈസ് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്ത്. ഈ വിഷയത്തിൽ കായികവകുപ്പ് സെക്രട്ടറി അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് ഈ നിർണായക സംഭവവികാസങ്ങൾ. അതേസമയം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ എം.ആർ. രഞ്ജിത്തിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് കായികമന്ത്രിയുടെ നിലപാട്. കൂടാതെ രഞ്ജിത്തിനെതിരായ ഒരു കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ സാഹചര്യവും രാജിക്ക് പിന്നിലുണ്ടെന്നാണ് സൂചനകൾ. ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.